بسم الله الرحمن الرحيم إذا رأيتم المتواضعين فتواضعوا وإذا رأيتم المتكبرين فتكبروا فإن ذلك مظلة لهم الصغار. ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും മോശമായ ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം അല്ലാഹുവിന് മാത്രമാണ് യോജിക്കുന്നത്, മനുഷ്യർക്കത് യോജിക്കില്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരം ഒരിടത്തും അനുവദനീയമല്ല. ഒരു സ്ഥലത്ത് മാത്രം അഹങ്കാരം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അഹങ്കാരം അനുവദനീയമായ ഒരു സ്ഥലം അത് അഹങ്കാരിയുടെ മുന്നിലാണ്. ഇദാ റഅയ്തുമുൽ മുത്തവാദിഈന ഫതവാദു, നിങ്ങളുടെ മുമ്പിൽ വിനയം കാണിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ അവരുടെ മുന്നിൽ വിനയം കാണിക്കും. ഇദാ റഅയ്തുമുൽ മുത്തക്കബ്ബിരീന ഫതകബ്ബറു, നിങ്ങളുടെ മുമ്പിൽ അഹങ്കരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളും അഹങ്കാരം പ്രകടിപ്പിക്കണം. ഫഇന്ന ദാലിക മദല്ലത്തുൽ ലഹും വസ്സറാറു, അവരോട് നിങ്ങൾ അഹങ്കാരം കാണിക്കുക എന്നുള്ളത് അവരെ താഴ്ത്താനും നിസ്സാരപ്പെടുത്താനും അവരെ അഹങ്കാരം കുറയ്ക്കാനും അത് ഉപകരിക്കും. ഇതൊരു ഇസ്ലാമിന്റെ പൊതുതത്വമാണ്. അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ അഹങ്കാരം അനുവദനീയമാണ്. നമ്മുടെ മുന്നിൽ ഒരാൾ വാക്കുകൊണ്ട് അഹങ്കരിച്ചാൽ വാക്കുകൊണ്ട് അഹങ്കരിക്കുക. ആരടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കുക. കാലുമൽ കാല് കയറ്റി വെച്ചിരുന്നാൽ രണ്ട് കാലം കയറ്റി വെച്ച് നമ്മൾ ഇരിക്കുക. അപ്പോഴാണ് അഹങ്കാരിയെ അഹങ്കാരത്തിൽ താഴോട്ട് കൊണ്ടുവരാൻ ഉപകരിക്കുക. അലി റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് വിടുന്നുണ്ട്. ഖൈബറിലൊരു ജൂതനുണ്ടായിരുന്നു, അഹങ്കാരിയായ ഒരു ജൂത പട്ടാളക്കാരൻ. ആരുടെ മുന്നിൽ ധിക്കാര വർത്തമാനങ്ങൾ പറയുന്നത്? മുറഹിബ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നബിയോട് പോരാടാൻ വേണ്ടിയാണ് വിടുന്നത്. മുറഹിബിനോട്, മുറഹിബിന്റെ മുന്നിൽ ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഒരു കവിത പാടുന്നുണ്ട്. അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൻ കരിഹൽ മൻദറ. മുറഹിബ, ഞാൻ ആരാണെന്ന് എനിക്കറിയുമോ? എൻ്റെ ഉമ്മ എനിക്ക് പേരിട്ടത് പുലിക്കുട്ടി എന്നാണ്. ഞാൻ വനത്തിലെ സിംഹക്കുട്ടിയാണ്. ഞാൻ ദേഷ്യം പിടിച്ചാൽ എന്നെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഈ മുറഹിബിന്റെ മുന്നിൽ, ധിക്കാരിയായ മുറഹിബിന്റെ മുന്നിൽ തൻ്റെ ധീരത തന്നെ വെളിവാക്കുന്നുണ്ട്. അപ്പൊ അതവിടെ പറയേണ്ട വാക്കാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ അഹങ്കാരം കൂടും. അവന്റെ അഹങ്കാരം കുറയ്ക്കാൻ ഇത് പറയേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരി എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ്. ലോകരാജ്യങ്ങളെ മുഴുവനും അടക്കി ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്. അമേരിക്കയുടെ പ്രസിഡന്റ് അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അറബ് രാജ്യങ്ങൾ പൊതുവെ വിനയം കാണിക്കാനാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവന്റെ അഹങ്കാരം കൂടുന്നത്. പക്ഷെ കഴിഞ്ഞപ്പോൾ അടുത്തിടയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്നും ഇറാൻ പ്രസിഡന്റിനെ വധിക്കുമെന്നും പറഞ്ഞപ്പോൾ ഇറാൻ പ്രസിഡന്റ് പറഞ്ഞൊരു വാക്കുണ്ട്, എങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഭൂമി ലോകത്തുണ്ടാവില്ല എന്ന്. അതോടുകൂടി ട്രംപ് പറഞ്ഞു, ഇനി എന്നാ പിന്നെ യുദ്ധമില്ല. ഇപ്പൊ യുദ്ധം അവസാനിച്ചു. അതുകൊണ്ട് അഹങ്കാരിയുടെ മുന്നിൽ അഹങ്കാരം കാണിച്ചാലേ അവന്റെ പത്തി മടക്കുള്ളൂ. അവന്റെ മുമ്പിൽ വിനയം കാണിക്കൽ അവന്റെ അഹങ്കാരത്തെ വളർത്തലാണ്. ഈ ഒരിടത്ത് മാത്രമാണ് അഹങ്കാരം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹി വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.